തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന്റെ നിർണായക നീക്കം. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. മറ്റന്നാൾ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളും മരണങ്ങളും ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല സർക്കാരിന് ഉണ്ടാക്കുന്നത്. കേന്ദ്ര നിയമത്തെ പഴിചാരിയായിരുന്നു അപ്പോഴെല്ലാം സംസ്ഥാനം പ്രതിരോധം തീർത്തത്. മലയോര മേഖലയിലെ മനുഷ്യരുടെ ജീവന് വിലയില്ലെന്ന പ്രചാരണം അതിശക്തമായതോടെയാണ് സർക്കാർ നിർണായക നീക്കം നടത്തിയത്. മറ്റന്നാൾ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തി വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകുകയായിരുന്നു. മറ്റന്നാൾ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഗവർണറുടെ അംഗീകാരത്തിനൊപ്പം കേന്ദ്ര നിയമമായതിനാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി കിട്ടേണ്ടതുണ്ട്. പ്രതിപക്ഷം ബില്ലിനെ അംഗീകരിക്കുമെങ്കിലും എന്തിനിത്ര വൈകിയെന്ന ചോദ്യമായിരിക്കും പ്രധാനമായും തിരിച്ചു ചോദിക്കുക. നേരത്തെ LDFിലെ കേരള കോൺഗ്രസ് എം അടക്കം മുഖ്യമന്ത്രിക്ക് ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. EP ജയരാജന്റെ നേതൃത്വത്തിൽ കർഷക സംഘം മലയോര ജാഥയും നടത്തി. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നിർണായക നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.